ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് വെളുത്തുള്ളി കുറച്ച് വിലക്കമ്മിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് അച്ചാറിടാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ക്യാരറ്റും പിന്നെ പപ്പാളിക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് അച്ചാറിടാം. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അച്ചാറുണ്ടെങ്കിൽ ഞാൻ സ്കൂളിലൊക്കെ കൊടുത്തു വിടാമല്ലോ. അപ്പോൾ 12:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിക്കാൻ വെച്ചിരുന്നതാണ്. ആദ്യമൊക്കെ മെഷീന് തയ്ക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ടൈം തന്നെ കിട്ടില്ല. ഞാൻ അധികം രാത്രിയിലൊക്കെ ആയിരുന്നു കേട്ടോ അച്ചാറും കാര്യങ്ങളൊക്കെ അതിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരുന്നതൊക്കെ. പിന്നെ മെഷീൻ ഒരു ഭാഗത്തും ഞങ്ങളൊരു ഭാഗത്തൊക്കെ ആയതുകൊണ്ട് പിന്നെ അതൊന്നും ആ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അച്ചാർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ തലേദിവസം തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല പല്ലുവേദനയാണ് മോളെ പഴുത്തിട്ട്. അപ്പോൾ അതിന് ഗുളിക എഴുതി തന്നിട്ട് 3 ദിവസം കഴിക്കാൻ പറഞ്ഞു. ഇനി പല്ലൊക്കെ പറിക്കണം പെരുന്നാൾ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ള ഗുളികയൊക്കെ ഗുളികകളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഈ ഗിഫ്റ്റ് വന്നിട്ട് മോളെ ഫ്രണ്ട് ബർത്ത്ഡേക്ക് അവളപ്പച്ചിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്ത കേട്ടോ ഗിഫ്റ്റ്. പിന്നെ അച്ചാറൊക്കെ ഞാൻ ഇട്ടു അതിൻ്റെ ഇടയിൽ. അപ്പോൾ വീഡിയോ എടുക്കാൻ സമയത്ത് എനിക്ക് ഭയങ്കര മടിയായി. അപ്പോൾ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ട് എടുത്ത് വെക്കുകയാണ്. വീട്ടിലെത്തി നോമ്പല്ലേ, അപ്പോൾ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് പത്തിരിയല്ല റൊട്ടി, കനത്തിൽ റൊട്ടി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വാഴയിലൊന്നും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതിന് കട്ടിയിൽ തന്നെ പരത്തി. അപ്പോൾ കുറച്ച് കട്ടി കൂടി പോയിട്ടു. പിന്നെ പ്ലേറ്റിൽ പിന്നെ ഇത്തിരി എണ്ണയൊക്കെ തേച്ചിട്ട് അങ്ങനെ പരത്തിയെടുത്തു. അപ്പോൾ കുറച്ച് കനം കമ്മിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കുള്ളതല്ലേ, അപ്പോൾ കുറച്ച് മതി. രാവിലെ അധികമൊന്നും കഴിക്കില്ലല്ലോ. അങ്ങനെ കുറച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കി കോഴിക്കറി വീട്ടിൽ വെച്ചത് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പിന്നെ ഫുഡൊക്കെ റെഡിയായി. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും വലിയ പെരുന്നാളിന് എല്ലാവരും ഫാമിലിയൊക്കെ ഒത്ത് അങ്ങനെ പെരുന്നാൾ ഇവിടെ കൂടണം എന്നൊക്കെ ആയിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും സാധിച്ചില്ല. മക്കളെ പഠിത്തവും കാരണമൊക്കെ ആയിട്ട് ഒന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ 2 മാസം കൂടി മോൻ്റെ ട്രെയിനിങ് ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മോളൊരു ഭാഗത്ത് ഞങ്ങളൊരു ഭാഗത്ത് അങ്ങനെ ഓരോരുത്തർ ഓരോ ഭാഗത്തായി കൊണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞാലുള്ളൂ എല്ലാവർക്കും ഒന്നിക്കാൻ പറ്റുക. അപ്പോൾ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.